ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഒരു മുരിങ്ങയില തോരനാക്കിയാലോ? മുരിങ്ങയില പരിപ്പ് തോരൻ. മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം എല്ലാ വീട്ടിലും ഉണ്ടാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കണം എന്നല്ല പറയുന്നത് മുരിങ്ങയില. അത്രക്ക് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് മുരിങ്ങയില. അപ്പം നമുക്കിന്ന് മുരിങ്ങയിലയും പരിപ്പും ഇട്ടിട്ട് ഒരു തോരനാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പയിൽ വെച്ചത്. പിന്നെ ഉഴുന്നുപരിപ്പ് കുറച്ച് മതി, ഒരു അര സ്പൂണ്. പച്ചരി അര സ്പൂണ്. പരിപ്പ് മറ്റേ സാമ്പാറിൻ്റെ പരിപ്പ് കേട്ടോ, അതാണ്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി ഒരു 3 അല്ലി. പിന്നെ തേങ്ങ, മുളക് പൊടി, കടുക്, ഇത്രയും സാധനങ്ങൾ വേണ്ടു. പിന്നെ ഉപ്പ്, അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇതിൽ നേരത്തെ പരിപ്പിട്ട വീഡിയോ മിസ്സായിപ്പോയി. പരിപ്പിട്ടു, ഇനി വെള്ളം ഒഴിക്കും. പരിപ്പ് വേവാനുള്ള വെള്ളം മതി കേട്ടോ. ചെറുങ്ങനെ ഒന്നും ഉടയുണ്ട്, അപ്പോൾ രസമുണ്ടായില്ല. വേവാനുള്ള വെള്ളം. പരിപ്പ് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായി വെള്ളത്തിൽ, അതാണ് അങ്ങനെ പരിപ്പിൻ്റെ കളറ്. ഇതൊന്ന് ചെറുങ്ങനെ വേവിട്ട്. പരിപ്പെല്ലാം വെന്ത് കേട്ടോ. പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല. ഇത്ര ഇത് മതി. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുക്കാം, നന്നായിട്ട് ഇളക്കാം. പാത്രം മാറ്റേണ്ടി വരുമോ സംശയമുണ്ട്. ഞാൻ പാത്രം മാറ്റാം. ഇത് പിന്നെ വേകുമ്പോൾ നല്ലോണം ചെറുതാണ് നോക്കാം. 2 മിനിറ്റ് ഇളക്കി നോക്കാം നമുക്ക്. താഴേക്ക് വീഴുന്നില്ലേ? ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ? ഉണ്ടാവുമായിരിക്കും ചില ആളെല്ലാം. ഇത് ചേർക്കാണ്ടും, ഞാനെ ചേർക്കാണ്ട് തന്നെ മിക്കവാറും ഉണ്ടാക്കല്. പക്ഷെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട് വിചാരിച്ചിട്ട് പരിപ്പെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കും. പാത്രം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ആ പാത്രത്തിൽ പിന്നെ ഇളക്കാൻ പറ്റുന്നില്ല. പാത്രം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ലേശം മതി. പരിപ്പിന് വേകുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇലയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം ഉപ്പാന്ന്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇതാ പരിപ്പിലുള്ള വെള്ളമാണ്. ഇതൊന്ന് അടിച്ചു വെക്കാം വേവിട്ട്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? വെള്ളമുണ്ടോ? അതാ ഓക്കെ. ഇതാ വെള്ളം പറ്റാനായി പറ്റി. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഓക്കെ. ഒന്ന് നന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. തേങ്ങ ഇടുമ്പോൾ നല്ല ഇങ്ങനെ പറ്റി പിടിക്കില്ല, ഒന്നും ഒട്ടിപ്പിടിക്കില്ല. ഇലയെല്ലാം നല്ല മണിമണിയായിട്ട് വരും. പരിപ്പും തേങ്ങ കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ്. നേരത്തെ പരിപ്പ് ഇടാൻ മിസ്സായിട്ട് അന്നേരം മുളക് പൊടി ഇട്ടിന് കേട്ടോ. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അത് ഞാൻ പിന്നെ ഇതിൽ എഴുതി കാണിക്കാം വീഡിയോയിൽ. മിസ്സായതെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ സബ്സ്ക്രൈബർ ചെയ്തവരെല്ലാവരും ഓൾ എന്ന ബട്ടണും കൂടി അമർത്തണം, എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വീഡിയോ ഇട്ടപാട് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് കാണണമെങ്കിൽ അന്നേരം തന്നെ കിട്ടും.
ഓളെന്നാ ബെൽ ബട്ടൺ ഇല്ലേ അത് അമർത്തിയാൽ മതി. ഓക്കെ, പിന്നെ ഇപ്പം എല്ലാം ജോയിൻ്റായി റെഡിയായി. നമുക്കൊന്ന് തീ കൂട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം. ഇപ്പം എല്ലാം വറ്റി നന്ന ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയിലയും പരിപ്പും തോരൻ എങ്ങനെയുണ്ട്? അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ മിക്കവാറും കഴിക്കലുണ്ട്. കപ്പക്ക അതെല്ലാം, ഇനി കപ്പക്ക അധികം ഉണ്ടാവും, കുറവ്. അപ്പോൾ ഒരു ദിവസം അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കപ്പക്കേണ്ടതാണ് എല്ലാം ഡ്രൈ, വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ടാവും. എല്ലാം പറ്റി, നല്ല ഉപ്പും എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പിൽ വേകുമ്പോൾ ഇത് നമ്മൾ വേവാൻ വേണ്ടി വെക്കും ഉപ്പിട്ടിനി. അപ്പോൾ കുറച്ച് ഉപ്പേ മുരിങ്ങയിലയിൽ കൊണ്ട് പെട്ടെന്നാവും. റെഡിയായി, അടിപൊളി പരിപ്പ് മുരിങ്ങയില തോരൻ റെഡി. സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.